സഞ്ചാരികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു റൂട്ടാണ് സത്യത്തിൽ ഈ അപകടമുണ്ടായിരിക്കുന്ന വാൽപ്പാറ മലക്കപ്പാറ ഈ റൂട്ട് എന്ന് പറയുന്നത്. കാരണം വളരെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് വലിയ നഗരത്തിൻ്റെതായ മറ്റ് ശല്യങ്ങളോ വലിയ ട്രാഫിക്കുകളോ ഒന്നുമില്ലാതെ നമുക്ക് ഈ പ്രകൃതി ഭംഗി വലിയ രീതിയിൽ ആസ്വദിച്ച് ശാന്തമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു റൂട്ട് കൂടിയാണ്. ഇതിന്റെ ഈ ശാന്തതയും സൗന്ദര്യവും ഒക്കെ പറയുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാം, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അതിന്റെ ഈ ചെങ്കുത്തായ ഇറക്കങ്ങൾ അത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നതാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ ഹൈറേഞ്ചിൽ വാഹനം ഓടിച്ചിട്ടുള്ളവർക്ക് ഈ റൂട്ടിനെ പറ്റി വലിയൊരു ആശങ്ക ഉണ്ടാകില്ല. പക്ഷേ അല്ലാതെ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ വാഹനം ഓടിച്ച് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് എന്ന് പറഞ്ഞാലും ആ ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ബിനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെങ്കുത്തായ ഇറക്കങ്ങളിൽ അത് ഗിയറിൽ താങ്ങി തന്നെ നമ്മൾ ഇറക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നമ്മൾ വാഹനത്തിന്റെ നിയന്ത്രണം ബ്രേക്കിന്റെ സഹായത്തോടു കൂടി നടത്തിയാൽ അതൊരിക്കലും സാധ്യമാകില്ല. കാരണം ഈ തുടർച്ചയായി ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇത് ചൂടായി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ട്രാവലർ പോലെയുള്ള അല്ലെങ്കിൽ ഈ ഒമ്നി വാനുകളൊക്കെ പോലെയുള്ള വാഹനങ്ങളുടെ പ്രശ്നം നമുക്കറിയാം. ബ്രേക്കിംഗ് വളരെ പ്രതിസന്ധിയാണ്, മറ്റ് വാഹനങ്ങൾ പോലെ അല്ല. അതുകൊണ്ട് തന്നെ എത്ര എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ നാട്ടിൻപുറങ്ങളിൽ എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള പാതകളിലൂടെ പോകുമ്പോൾ അത് വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഈ ബ്രേക്കിനെ മാത്രം ആശ്രയിച്ച് വാഹനം ബാലൻസ് ചെയ്യാതെ ഈ ഇറക്കങ്ങളിൽ ബിനിൽ പറഞ്ഞതുപോലെ ടോപ്പ് ഗിയറിൽ തന്നെ ഇറങ്ങേണ്ടതുണ്ട്. ഏത് ഗിയർ ഉപയോഗിച്ചാണോ അത്തരത്തിലുള്ള കയറ്റം കയറാൻ കഴിയുക അതേ ഗിയർ തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴും ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ വാഹനത്തിൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പൂർണ്ണമായും നമുക്കതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വലിയ അപകടത്തിലേക്ക് വലിയ കൊക്കയിലേക്ക് മറയുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ